കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായ ഭീഷണിക്ക് പിന്നിൽ യുണൈറ്റഡ് ലിബറേഷൻ കൌൺസിൽ എന്ന പോലീസ്. ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ കശ്മീർ താഴ്വരയിൽ ജോലി ചെയ്യുന്ന പണ്ഡിറ്റുകളോട് അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകി. വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് മുന്നറിയിപ്പ്. ലഷ്കർ ഇ തോയ്ബയുടെ ഭാഗമാണ് ലിബറേഷൻ കൌൺസിൽ. നോബിൾ മാരിക്കാരൻ ഉണ്ട്. നോബിൾ, വിവരങ്ങൾ. ഷിയാസ്, കശ്മീരി പണ്ഡിറ്റുകൾക്ക് എതിരെ കഴിഞ്ഞ ദിവസത്തെ ഒരു കത്ത് പ്രചരിച്ചിരുന്നു. ആ കത്തിൽ റവന്യൂ വകുപ്പിലെ 6 ഉദ്യോഗസ്ഥരുടെ പേരിൽ അടക്കം ഉണ്ടായിരുന്നു. ഇവരെ വധിക്കും എന്നായിരുന്നു ഇതിലെ ഭീഷണി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കത്ത് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു എന്നാണ് ഇപ്പോൾ ഇതിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് ഇതിന്റെ ഉറവിടം അടക്കം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യുണൈറ്റഡ് ലിബറേഷൻ കൌൺസിൽ എന്ന ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടനയാണ് ഇപ്പോഴത്തെ ഈ ഭീഷണിക്ക് മുന്നിൽ എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം അന്യസംസ്ഥാന തൊഴിലാളികളെ 2 പേരെ ഭീകരർ വെടിവെച്ച് കൊന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ സുരക്ഷയിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് വിവിധ ഏജൻസികൾ എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നിലവിൽ സർക്കാർ ജോലിയിൽ ഉള്ള ഈ കശ്മീരി പണ്ഡിറ്റിലായ ഉദ്യോഗസ്ഥരോട് അവധിയിൽ പോകാനും സ്വന്തം വീടുകളിൽ കഴിയുകയുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പലരും ജമ്മുവും കശ്മീരൊക്കെ വിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ തിരിച്ച് അവിടെ എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതികളിൽ ഒന്നാണ്. അതിന്റെ ഭാഗമായി നേരത്തെ പ്രധാനമന്ത്രി തന്നെ 6000 കശ്മീരി പണ്ഡിറ്റുകൾക്ക് ജോലി അടക്കം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ നടക്കുന്ന ലഷ്കർ ഇ തോയ്ബ ആക്രമണത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ ഭീഷണി സന്ദേശം കത്ത് എന്നാണ് ഇതിൽ പോലീസ് അടക്കം അനുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷ ഇവർക്ക് ഏർപ്പെടുത്തും. ഒപ്പം ഇവരുടെ ഈ ലൊക്കേഷൻ അടക്കം GPS ലൊക്കേഷൻ അടക്കം പരിശോധിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്ന് വിവരം ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും വിശദമായ അന്വേഷണവും പരിശോധന നടക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം 2 അന്യസംസ്ഥാന തൊഴിലാളികളെ വധിച്ച ഭീകരരെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സാപുഷ്യം ഉള്ളതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനും ഒപ്പം ഇപ്പോഴത്തെ ഈ ഉറവിടം, പ്രത്യേകിച്ച് ഈ കത്തയച്ച ആളുകൾ, അവരെ കണ്ടെത്താനും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഭീകരവാദത്തിന്റെ മുഴുവൻ വേര് ആർക്കുന്നതിന്റെ ഭാഗമായി വലിയ പരിശോധനയും നിരീക്ഷണവും കശ്മീർ താഴ്വരയിൽ മൊത്തത്തിൽ നടത്തുന്നു എന്നാണ് പോലീസും ഒപ്പം സൈന്യവും വ്യക്തമാക്കുന്നത്. വലിയ തരത്തിൽ പലയിടത്തു നിന്നും രഹസ്യവിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയും. കാരണം കശ്മീരി പണ്ഡിറ്റുകളുടെ സുരക്ഷയിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ്. അവരോട്, പ്രത്യേകിച്ച് സർക്കാർ ജോലിയിലുള്ള പണ്ഡിറ്റുകളോട് അവധിയിൽ പോകാനും വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നു. ശരി.